ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ വലിയ താല്പര്യമില്ലായിരിക്കും, എങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ വെച്ചെടുത്ത് അവർ കഴിച്ച് ഇഷ്ടം വന്നോളും. അപ്പോൾ ഞാൻ അവിടെ പെരുമ്പയറൊന്ന് കുതിർന്ന് വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1 മണിക്കൂർ കൊണ്ട് കുതിർത്തി എടുത്തതാണേ. അല്ലെങ്കിൽ നമ്മളൊരു 4-5 മണിക്കൂറൊന്ന് നോർമൽ വെള്ളത്തിലിട്ടൊന്ന് വെച്ചിരുന്നാലും മതി. ഇപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് ഒഴിച്ച് ഞാൻ കുക്കറിൽ അടച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇത് സോക്കായിട്ട് കിട്ടും. അതിനുശേഷം നല്ലോണം ഒന്ന് കഴുകിയിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേറെ വെള്ളം എടുത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരൊറ്റ വിസിൽ കൊടുത്താൽ മതിയാക്കും. പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ അത് വേറൊരു സ്റ്റൗവിലോട്ട് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൂടുതൽ ശർക്കര ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാക്കും. പിന്നെ അതുപോലെ തന്നെ തേങ്ങയും ചിരകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു തേങ്ങ ഒന്ന് ചിരകി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കരയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ കുക്കറിലുള്ള പ്രഷറൊക്കെ ഒന്ന് വന്നിട്ട് ഒരൊറ്റ പ്രഷർ കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് ടൈം ഒന്ന് വെച്ചിരിക്കാം. അതിന് ശേഷം ആ ഒരു പ്രഷർ ഫുള്ളായിട്ട് അങ്ങ് തുറന്നൊന്ന് കളഞ്ഞതിന് ശേഷം അടപ്പൊന്ന് മാറ്റി നോക്കാം കേട്ടോ. ചിലപ്പം വെന്ത് ഉടഞ്ഞു പോയാലും കൊള്ളത്തില്ലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അത് ആ പാകമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഇനി ഞാൻ ഒരു നല്ലൊരു ഉരുളി നടപ്പത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2-3 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊന്ന് മെൽറ്റ് തുടങ്ങുന്ന സമയത്തിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസിൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുന്തിരിങ്ങയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കാഷ്യൂനട്ട് മാത്രം ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ഒരു ശർക്കരയാണ്. അത് നമുക്ക് അരിച്ചൊന്ന് ചേർത്തെടുക്കാം. എന്തായാലും കല്ലും മണ്ണും പൊടിയൊക്കെ കാണും. അപ്പം അത് നമുക്ക് അരിച്ചൊന്ന് ചേർത്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്താലും മതിയാക്കും. ആ ശർക്കര പാനി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിത് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പയറും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വറ്റിച്ചെടുക്കണം. ആ ഒരു ശർക്കര പാനി ഫുള്ളായിട്ട് തന്നെ പയറിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 4-5 ഏലക്ക ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് വരട്ടി നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള ഒരു തേങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന പയറിനനുസരിച്ചിട്ട് വേണം ശർക്കരയും പിന്നെ ആ ഒരു തേങ്ങയുടെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടി ഇതുപോലൊന്ന് വറ്റിച്ചെന്നെടുക്കാം. അപ്പോൾ അതാ നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വൻപയർ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ എന്തായിരുന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു റെസിപ്പിയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.